അപ്പോൾ ഗൈസ് നമ്മുടെ മറ്റൊരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഫാമിലി ട്രിപ്പാണ് അല്ലേ? നെല്ലിയാമ്പതിക്ക് ഒരു ട്രിപ്പ്, പാലക്കാട് ടു നെല്ലിയാമ്പതി. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഓൾ ഫാമിലീൻ്റെ ഒരു ട്രിപ്പാണ്. അപ്പോൾ ഫണ്ട് ഉണ്ടാവും, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വരും. വാ അല്ലേ പോവാ, ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മുടെ ക്യാമറമാൻ ഹനാൻ ഷാ, പാലക്കാട് ഹനാൻ ഷാണ്. അപ്പോൾ ഇന്ന് എല്ലാം ഷൂട്ട് ചെയ്യാൻ പോണത് സെക്കൻഡാണ്. പിടിച്ചോളൂ. അപ്പോൾ ഗായ്സ് നമ്മൾ വണ്ടി കയറാൻ പോണ്. വണ്ടി കയറാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ചിറ്റൂരെത്തി. ചിറ്റൂർ തന്നെ അല്ലേ ഇത്? ചിറ്റൂര് നല്ല അടിപൊളി ഗ്രാമമാണ് ഗായ്സ്. ഞാൻ വണ്ടി ഓട്ടാണ് ഗൈസ്. കിടിലം ഇതാണ് സ്ഥലം ചിറ്റൂർ. ഗ്രാമീണ സ്ഥലമാണ്. ഇത് പഞ്ചായത്തല്ലടാ? പഞ്ചായത്താണോ? നല്ല മഴ പെയ്യണം അല്ലേ? എന്തായാലും മഴ ഉണ്ടാവും, നമ്മൾ കയറുമ്പോൾ മഴ ഉണ്ടാവും. നോക്കിക്കോ. ഓണം മെമ്പറ അതോടെ ചിറ്റൂര് വേലയാണ് ഉത്രാടത്തിന്റെ സംഭവമാണ്. തിരുവോണം നാളെ. അപ്പൊ ആ വണ്ടി പോണത് നമ്മുടെ റംഷിക്കാണ് ഗൈസ്. ഫ്രണ്ടില് നമ്മുടെ നെല്ലിയാമ്പതിക്ക് 4 വണ്ടികളായിട്ട് കറുപ്പൻ ഷോട്ടുകളാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ നമ്മൾ കാണിക്കാൻ പോണത്. മഴ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. ഈ വണ്ടിയിലാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല. എംഐക്കില്ല എൻ്റെ അടുത്ത്. തന്നെ വെച്ചൂടെ, കയ്യിൽ തന്നെ മെയ്ക്ക് വെച്ചോ. ഒട്ടിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചുകൂടി. ഓണപരിപാടി ആയിട്ട് ചെക്കന്മാര് പോണു. 2 ബ്ലോഗ് ചെയ്തല്ലേ ചെക്കന്മാരുടെ ഓണപരിപാടി ചെയ്തല്ലോ. ഓണപരിപാടി നടക്കണ്ടേ? സമ്മേളനം ഓണപരിപാടി ഒന്നുമില്ല, പാർട്ടി സമ്മേളനം ഓണപരിപാടി. ഇവിടെ അല്ല, നമ്മുടെ നാട് ദുബായ് പോലെ അല്ല. നിന്ന് കൊടുത്താൽ അവര് പോവില്ല, അവര് ചാട കളിച്ചിട്ട് നിൽക്കും. ദുബായിലാണെങ്കിൽ നിന്ന് കൊടുത്താൽ പോവും. പിന്നെ നമ്മള് പൊയ്ക്കോന്ന് പറയും. പാർട്ടി സമ്മേളനം പെട്രോൾ അടിച്ചിട്ട് പോകണോ? ഇത് ഭയങ്കര കറങ്ങിയിട്ടാണല്ലോ വന്നത് അല്ലേ? ഇത്ര ഒന്നും കറങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ തെരുവ് കൂടെ പോയിട്ട് വന്നാൽ മതി. എന്താ പറയുക, എന്താണ് സംഭവം? ഒരു വണ്ടി നിർത്താൻ പറഞ്ഞ സൈഡിൽ എന്നാ നമുക്ക് പോകാം ഗൈസ്. ഇപ്പൊ ബിരിയാണി എടുത്ത് അതിൽ വെച്ചാൽ മതി ഇരുന്നിട്ടാ ഗൈസ്. ഇതിന്റെ ഉള്ളിലാണ് ബിരിയാണി ഉള്ളത്, കഴിക്കാനുള്ളത്. സ്മെല്ല് അടിച്ചിട്ട് കൺട്രോൾ കിട്ടുന്നില്ല. എനിക്കറിയില്ല എന്തോ ഉദ്ദേശിക്കുന്നത്. വണ്ടി വീണ്ടും സൈഡാക്കിയിരിക്കുന്നു. നമുക്ക് എന്താണ് അവസ്ഥ നോക്കാം. എന്തിനാണ് നിർത്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല നല്ല കാഴ്ചകളാണ് ഈ വ്ളോഗിൽ കാണാൻ പോണത്. അപ്പോൾ എല്ലാവരും വ്ളോഗ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി കാണാൻ നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഗൈസ്
നമ്മളിപ്പോ അവിടെ എത്തിപ്പോ നെന്മാറ. നെന്മാറ. എന്നാലും നെല്ലിയാമ്പതി പോകുമ്പോഴുള്ള കാഴ്ചകളാണിത്. കാടാണ് വിചാരിക്കുന്നത്. നല്ല മഴ ഉണ്ടെങ്കിൽ സെറ്റാണ് അവിടെ. ഞാൻ ഇജാസൊക്കെ ഒന്നും പോയില്ല അല്ലേ? ഞാനെ അത് നമുക്ക് മഴ കിട്ടിയാ അത് ഉച്ചക്ക് തന്നെ പോയിട്ട് അങ്ങനെ വന്നു. അവരെ കാണാനല്ലോ ബാക്കില്, ബാക്കിൽ കാണാനല്ലോ അവര്. വരും നമ്മൾ മെല്ലല് പോണത്. നെല്ലിയാമ്പതി പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. പോത്തോണ്ടി ഡാമ്. അവിടെ പേര് എഴുതി കൊടുക്കണ്ടേ? ഓണപരിപാടിന്റെ ഓണപരിപാടിന്റെ നല്ല കൈസ്. നല്ല മഴ പെയ്ത സെറ്റ് ആവും. നല്ല മഴ പെയ്ത സെറ്റ് ആവും. മിക്കവാറും മഴ കിട്ടും. മഴയില്ലല്ലോ ജോസേ, മഴ കൂടാപ്പില്ലല്ലോ. മഴയൊന്നുമില്ല. മേലൊക്കെ ഉണ്ടാവും. എന്താ അവസ്ഥ? ഓൾക്ക് ക്ലൈമറ്റ് വ്യത്യാസം ഉണ്ടാവൂലേ? ഇവിടെ ആപ്പിൾ തോട്ടൊക്കെ ഇല്ലേ? ഓറഞ്ച് നമുക്ക് കയറാൻ പറ്റില്ല. ടിക്കറ്റ് എടുത്ത് കയറാവുന്നത്. കയറാൻ പറ്റില്ല. നമുക്ക് പറിച്ചു തന്നൂടെ? പറ്റില്ല. കാണാനേ പറ്റുള്ളൂ അല്ലേ? ഇവിടെ ആരെങ്കിലും വളർത്തുന്നവരുണ്ടെങ്കിൽ അവിടുന്ന് മറ്റേ ഇത് ജീപ്പ് പോകാൻ പറ്റുമോ? നല്ല ഇതിൽ കൊണ്ടുപോകും. നല്ല സ്പോട്ടിൽ കൊണ്ടുപോകും. അല്ല നല്ല സ്പോട്ടിൽ കൊണ്ടുപോകും. നല്ല ശരീരവേദനയൊന്നും ഇല്ലാത്തവര് മാത്രം കയറിയാൽ മതി. പോയല്ലേ ചേച്ചേ? ബാക്കിയുള്ളവരെ നമുക്ക് ഇവിടെ നിർത്താം. ജീപ്പിൽ കൊണ്ടുപോകും. ഫിലിം ഉണ്ടായിരുന്നു. അതവിടെയാണ്. അല്ല പോയില്ല അങ്ങട്. അതെത്രയാണ് അതിന് ഒരാൾക്ക്? അത്ര ഉള്ളൂ? നമുക്ക് പോയി. അല്ലേ വേണ്ടവര് മാത്രം പോയാൽ മതി. നല്ല കുണ്ടും കുഴി ഉണ്ടാവും. എത്ര മണിക്കൂർ എടുക്കും അത്? അത് നല്ല രസമായിരിക്കുമല്ലോ വ്ളോഗ്. ഇങ്ങനെ ഓഫ് റോഡ് ഉണ്ട് വേണ്ടേ, പിന്നെ ഇടയിലൊക്കെ എടുത്ത് ആ വണ്ടി വരുന്നൊക്കെ കാണിച്ചു കൊടുത്താലേ മൂന്ന് പേരൊക്കെ 3 വണ്ടി ഉണ്ടല്ലോ. മാത്രം ഒരു ഇത് ഇടാൻ പറ്റും. അതിനുള്ളത് കിട്ടും. നെല്ലിയാമ്പതിയിലുള്ള ട്രക്കിങ്, ഓഫ് റോഡ് ട്രക്ക്. സെറ്റ് ഒരു വീഡിയോസ്, നല്ല വ്ളോഗ് കിട്ടും. വേണ്ടവര് മാത്രം. ബാക്കിയുള്ളവർക്ക് ഒരു വണ്ടി കൊടുത്തിട്ട് അവരവിടെ എവിടെയെങ്കിൽ കറങ്ങിക്കോട്ടെ ചോറൊക്കെ കഴിച്ചിട്ട്. നമുക്ക് ട്രക്കിങ്ങിന് പോയിട്ട് മമ്മിയൊക്കെ വരും. ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഞാന് ഷമി മമ്മി ഒക്കെ പോയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ പോയിട്ട് അവിടെ പോയിട്ടുണ്ട്.
മറ്റുള്ളവരുടെ കാണുമ്പോ നമുക്ക് നല്ലതാവും. ഇരിക്കാൻ പറ്റില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് എറിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് എറിഞ്ഞിട്ടാണ് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നത്. ഞാൻ പോയിട്ടില്ല കേട്ടോ നേരെന്നാ. ഈ നേരം വരെ ഇവിടെ ഇരുന്നിട്ട് ഈ നേരം വരെ ഇവിടെ പാലക്കാട് ഇരുന്നിട്ട് പാടങ്ങൾ കാണിച്ചോട്ട് ഞാൻ ചോറ് തുറന്നിട്ട് ഇതൊന്നും കാണിക്കാതെ പാടങ്ങൾ തുറന്നിട്ട് കാണിക്കേ, തുറന്നിട്ട് കാണിച്ചോട്. രമണീയമായ വല്ലാണ്ട് കൂടിയാലേ ഒക്കെ അടിച്ചടിച്ച് വിടും. അതല്ലേ പറയണത് ഞാൻ. വീഡിയോ ഇടുന്നതിന് ഗുണമില്ലാണ്ടാവും. ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊറേ കാണാം. ഇത് വെറുതെ ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. നോക്കാൻ വേണ്ടി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി ബാക്കി കാഴ്ചകൾ നമ്മള് ഹിൽസ് കേറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ കേറിയിരിക്കുന്നു. നമ്മളെ 2 വണ്ടിയുണ്ട് ഗൈസ്. 2 ലിറ്ററിന്റെ ഇവരെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഐസിക്ക് എന്താ വേണ്ട? ഐസിക്ക് വിശക്കുണ്ടോ? Daddy is coming. Daddy. ഞാൻ കുടിക്കാൻ പഠിക്കാൻ വേണ്ടേ? വെള്ളം വന്നു പഠിക്കാം, പെപ്സി പഠിക്കാൻ വേണ്ടേ? ഇപ്പൊ ചായ വേണോ? ആ ഒരു ചായ. ചായ അല്ലേ? അവൾക്ക് ഏതാ ജ്യൂസ് ഉണ്ട് ചെറുതിന്? ഫ്രൂട്ടി ഏതാണ്? ഫ്രൂട്ടി ഉണ്ടോ? അവർക്ക് എടുത്തു കൊടുത്ത ഏതാ ചെറുതിന് ഏതാ ജ്യൂസ് ഉള്ളത്? ഫ്രൂട്ടി ഇത് എടുത്തു കൊടുത്തല്ലേ? ഇത് കുടിക്കും. അവള് മിൽക്ക് കുടിക്കൂലേ? മിക്സ് ഫ്രൂട്ട് എടുത്തു. എനിക്കൊരു ചായ. എല്ലാരും കുടിക്കണ്ട? അപ്പൊ എനിക്കും. ആ എല്ലാരും കുടിച്ചില്ലേ? എന്നാ വണ്ടി ഓഫ് ചെയ്തത് ജോസോ. ചെറിയൊരു ചായക്കുടി. 1:30 ചായക്കുടി. ഇത് സ്ട്രോ വർക്ക് ആവുന്നില്ല പറയടോ. സ്ട്രോ വർക്ക് ആവുന്നില്ലേ? ഈ സ്ട്രോ വർക്ക് ആവുന്നില്ല. അവൾക്ക് ഒത്തിരി ആവുന്നില്ലേ? അത് പോകുന്നില്ലേ? വേറെ ഉണ്ടോ ഉള്ളിൽ? എടുത്ത് നോക്കി. എടുത്ത് കൊടുത്തു. കുടിച്ചാലല്ലേ ഇതൊക്കെ ഇത് പിടിക്കും. എന്താ വേണ്ട? പരിപ്പോടെ? പരിപ്പോടെ എവിടെ? അതിന് ഇതാ പരിപ്പോട. മുളക് ഉണ്ടായിക്കോട്ടോ. ഒരു ഇത് വീണു കേട്ടോ. പൈസക്ക് ചായ വേണ്ടേ? ആവോ നമുക്കിനി കേറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എല്ലാവരും ഇപ്പോ ചായ കുടിയാണ്. അപ്പൊ നമുക്ക് ഹിൽസിന്റെ അവിടുന്ന് കാണാം. ഇതാ ഫാമിലി ആയിട്ട് നെല്ലിയാമ്പതിയിലുള്ള യാത്രയിൽ ഇതാ നമ്മൾ എത്തിക്കുന്നത് പപ്സിന്റെയും സമൂസയുടെയും ഉഴുന്നുവടയുടെയും വ്ലോഗ് എടുക്കാൻ വേണ്ടി കഴിച്ചിരിക്കുന്നത്. നീ എന്താ എടുത്തോ? പൈസ കേൾക്കണ്ടോ? പൈസ കേൾക്കുന്നുണ്ട്. ഞാൻ ഞങ്ങളുടെ പൈസ എടുക്കാം. ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക്. പൈസക്ക് വ്ളോഗ് കാണുമ്പോൾ നല്ല ബാക്കിക്ക് വന്നിക്കുക. അപ്പൊ ഞാൻ നല്ല ക്യാമറ തിരിച്ചു. എന്താണ് പറയാനുള്ളത്?
ഈസി ആയിട്ട് തിരിക്കാലോ അല്ലേ? അപ്പൊ ചായ കുടിയിൽ എത്തിയിരിക്കുന്നത് ചച്ചോ കൊടുത്തിട്ടുണ്ട്. എസമോള് പപ്സ് തിന്നുകയാണ്. ജസ് എന്താ ചിക്കൻ റോൾ, ഒരു പരിപ്പോട, അഞ്ചാണ് ചായ പറഞ്ഞില്ലേ? ഒരു കട്ട്ലേറ്റ്, ഒരു പപ്സ്. എല്ലാവരും ചായ കുടിയാണ്. അങ്ങനെ അപ്പം എന്താ എന്ന് പറയല്ലേ? എടുത്തോ ചായ കുടി എല്ലാവരും നല്ല തണുപ്പത്തിൽ ചൂട് ചായ. എന്തൊക്കെ എടുത്തോന്ന് ഓർമ്മ വെച്ചോട്ടാ. ഒരു പരിപ്പോട, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോണ വഴിക്ക് കാണാം. ഒരു ഉണ്ണിയപ്പം. നൊസ്റ്റാളജി സാധനങ്ങള് അല്ലേ താത്ത? നൊസ്റ്റാളജി അല്ലേ ഇത്? പണ്ട് ഓടാ തീനാ വണ്ടിയിലേ ബിരിയാണി ഉണ്ട്. നീ ഇതാ അടിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ബിസ്ക്കറ്റ്. ഇത് അങ്ങനെയാണല്ലേ, സോറി. അപ്പൊ നെല്ലിയാമ്പതി പോണവര് ഇത് ഏതാണ് ഏട്ടാ? നിങ്ങളത് ഇത് പറഞ്ഞു കൊടുക്കി. ക്യാൻബ്രാക്കറി അല്ലേ? ഏത് സ്ഥലം? നല്ല അടിപൊളി ചായയും സ്നാക്സും. അപ്പൊ നെല്ലിയാമ്പതി പോണവരൊക്കെ വഴിയിൽ നല്ല ചായയും സ്നാക്സ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. എവിടെ KM ബേക്കറി പേഴുമ്പാറ പോത്തുണ്ടി റോട്ടിലാണ്. പോത്തുണ്ടി നെല്ലിയാമ്പതി പോകുന്നവര് പേര് KM ബേക്കറി. ഏട്ടന്റെ പേര്? എൻ്റെ പേര് കേശവൻ. കേശവൻ. KM ബേക്കറി പേഴുമ്പാറ. നെല്ലിയാമ്പതി പോത്തുണ്ടിക്ക് നെല്ലിയാമ്പതിക്ക് പോകുന്നവർക്ക് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ ചായയും കടിയൊക്കെ കണ്ടില്ലേ? നല്ല സൂപ്പർ ചായയും കടിയൊക്കെ ഇടുന്നതാണ്, ഫ്രഷ്. അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഇവിടെ ഉണ്ടാക്കി തരും. നല്ല പപ്സ്. നല്ല പപ്സ് ചായ. ഈ വഴിക്ക് വരുന്നവർക്ക് നല്ല ചായയും നല്ല പപ്സും കടിയൊക്കെ കഴിക്കണമെങ്കിൽ ഈ സ്പോട്ടിക്ക് വന്നോ. മുകളിൽ കേൾക്കുന്നത് നിങ്ങൾ കിട്ടൂല. നൊസ്റ്റാളജി ഐറ്റംസും ഉണ്ട്. കണ്ടോ? ഇതില് നൊസ്റ്റാളജി നമ്മുടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ കേൾക്കുന്നത് അത് കാണിച്ചു ഫസ്റ്റ്. അത് തുടങ്ങി. പിന്നെ സമയം നെല്ലിയാമ്പതിക്ക് ഇവിടെ കൊല്ലംകോടായിട്ട് വേറെ ഒരു ദിവസം വരാം. രാത്രി ആവില്ലേ? ഞാൻ പോവല്ലേ? അപ്പൊ നമ്മൾ ചായ കൂടിയോട് കൂടിയിട്ട് അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു ചായ കൂടി വ്ളോഗ് തീരുന്നില്ല. മുകളിലെത്തിയിട്ട് വ്ളോഗ് ഉണ്ട്. അപ്പൊ ഗൈസ് ഇനി ബാക്കി നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം. അപ്പൊ ചായ കുടിക്കാനുള്ളവർക്ക് സ്പോട്ടിക്ക് വരിക. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇതാണ് ഗായ്സ് പോത്തുണ്ണി ഡാം. പോത്തുണ്ണി ഡാം ദാദാ പോത്തുണ്ണി ഡാം. ഇതാണ് ഗായ്സ് ചെക്ക് പോസ്റ്റ്. പോത്തുണ്ണി നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് ഗായ്സ്. അതില്ലാത്ത മേക്ക് ഇത് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് കാര്യമില്ല. അതാണ് പറ ഒരു മേക്കായി പിടിച്ചാൽ മതി. അപ്പോൾ ആണ് വേറെ ആൾക്കാർ മാറി മാറി എടുത്തോളൂ. കുരങ്ങൻ ഗൈസ്, കുരങ്ങൻ നമ്മളങ്ങനെ ഹിൽസ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
സർവകലാശാല പാലം വെള്ളച്ചാട്ടം മുങ്ങി മരിക്കാനുള്ള വെള്ളം ഉണ്ട്. അപ്പൊ നമ്മുടെ ബാക്കിൽ നമ്മുടെ ഫാമിലി എല്ലാവരും നിരനിരന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ചാകുമ്പോൾ ഇതിലോട്ട് 2 ഇന്നോവ അല്ലേ, 2 ഇന്നോവ 1 ഡസ്റ്റർ, ഒരു ജമ്പ് ബിരിയാണി, 1 ലോഡ് തിന്നാന്. കിട്ടില്ല ക്ലൈമറ്റ് കിട്ടുമെന്ന് വിചാരിക്കണം നമ്മള്. പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങള് ഉള്ളിലേക്ക് കയറി. നോക്ക് ക്ലൈമറ്റ് നോക്ക് കിടിലൻ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബാക്കിലേക്കല്ലേ, ബാക്കിലേക്ക് ഇത് വീഴട്ടോ. റോഡ് കുറച്ച് സീനാണ്, പക്ഷെ നല്ലൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും. മഴ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല, അത് കുഴപ്പം. കോട്ട എടുത്തിട്ടുണ്ടോ ജോസേ? കുട ഇല്ലല്ലോ. ഈ വണ്ടിന്റെ ബാക്കിൽ ഒരു കുട ഉണ്ട്. മഞ്ഞ് വരുന്നുണ്ടാ ജോസേ? പോളി ക്ലൈമറ്റ് വരുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കുറെ റിസോർട്ടൊക്കെ ഉണ്ട്, ലൻസരങ്ങൾ.
നല്ല വില ഉണ്ട്. ഒരു ഗ്രീൻലാൻഡ് പോയിട്ടുള്ള ഒരു ഇതുണ്ട്, അതൊരു എത്ര ചാർജ്? എത്ര? ഓഫ് സീസണിലൊക്കെ കുറയും. ഓട്ടങ്ങനെ നല്ല കോടുണ്ട്. ഇവിടെ ഉള്ളവർക്ക് താഴത്തേക്ക് വരണ എന്തിനൂല്ലേ? അതുകൊണ്ടാണ് ഇവിടെ എല്ലാം റേറ്റും മാറുന്നത്. എല്ലാത്തിനും റേറ്റ് കൂടുതൽ പുറത്ത്. ഇതാക്കണെങ്കിലും മെറ്റീരിയലൊക്കെ താഴ്ത്തുന്നത് സിമെന്റ് സിമെന്റ് ഇവിടെ സ്ഥലത്തിന് എന്താ റേറ്റ്? റേറ്റ് കുറവായിരിക്കും. എടുത്തിട്ടോ റിസോർട്ട് അധികം ഗവൺമെന്റ് ഇതായിരിക്കും. പ്രൈവറ്റ് പാർട്ടി കിട്ടണമെങ്കിലേ പണിയാണല്ലേ? പണ്ടൊക്കെ നോക്കി നോക്കി പോയി കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും. ഇതൊക്കെ കയ്യേറ്റങ്ങളാണ് ഇവിടെ. എന്നിട്ട് പിന്നെ പട്ടയം കെട്ടുകയൊക്കെ ചെയ്തിട്ടൊക്കെ കിട്ടണല്ലേ? പക്ഷെ സ്ഥലം കിട്ടിക്കലും വീട് കിട്ടിക്കലും ഇടക്കിടക്ക് വന്ന് നിക്കാം. എന്താണ് അതിന്? അല്ല, അത് ശരിക്കും പറഞ്ഞ വരുമാനം ചെയ്യാം. നമ്മള് ഈ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് ആയിരിക്കും കിട്ടും. കിട്ടൂലേ? പിന്നെ ഇപ്പൊ Airbnb ഒക്കെ ഉണ്ടല്ലോ. ഇവിടുന്നല്ലേ ഇത് ബസ് കിട്ടുക? ട്രക്ക് നമുക്ക് റൈറ്റ് ലെഫ്റ്റാ? നമുക്ക് നേരെയാണ്. മറ്റേ പോയിന്റ് നേരെ ഇവിടേക്ക് റൈറ്റിലേക്ക്. ഇവിടെ ഉണ്ട് അവിടെ ഇതാ വെൽക്കം നെല്ലിയാമ്പതി ഇതാ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം. അവിടേക്കൊക്കെ നേരെ പോവാ. അപ്പൊ നമുക്ക് അങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് റൈറ്റ് പോയാ മറ്റേ പാറല്ലേ, എന്ത് പറയുന്നത്, ഒരു മാൻപാറ എന്തോ ഒരു സ്ഥലമുണ്ട് റൈറ്റ് സൈഡ്. അവിടെ പോയാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ അങ്ങോട്ട് പോയാൽ അവര് റൈറ്റിക്കാ സ്ട്രേറ്റ് പോയാവോ? ബാക്കിൽ ഇങ്ങോട്ട് വരണ്ട. നമ്മുടെ മറ്റേ സെന്റർ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വ്യൂ പോയിന്റ് ഇല്ലേ, അത് ഉള്ളതൊക്കെ ഇങ്ങനെ നേരെ പോവാ. ITI ഓൾഡ് ഇതുണ്ടല്ലോ ഇവിടെ. റിസോർട്ടും ആർക്കൂല, നിങ്ങൾ ആർക്കിക്കോ. താറും വെച്ചിട്ട് എന്താ സ്ഥലം ജാസേ? ഏതാ സ്ഥലല്ലേ ജാസേ? മൊത്തം ഗ്ലാസ് ആണ് കാണുന്നത്. പൊളി പൊളി ഗൈസ്. അപ്പൊ നെല്ലിയാമ്പതി വരണമെങ്കിൽ വന്നോളി. ഇതാണ് ക്ലൈമറ്റ്. ചളിയിൽ ബുദ്ധിമുട്ടപ്പോ അങ്ങനെ കിടിലൻ. അറക്കണ്ട അറക്കണ്ട. ഇവിടെ നല്ല കുഴിയുണ്ട്. സീനാണ് ഗായ്സ്, സീനാണ്. അങ്ങനെ പോട്ടെ പോട്ടെ പോട്ടെ. KSRTC ഒക്കെ വന്നതിനെ പൊട്ടില്ലേ മേലക്കാ?
ആ മറ്റേ ട്രിപ്പില്ലേ? പാലക്കാട് ഉണ്ട്. ഇപ്പൊ ഗൈസ് ഇനി നമ്മൾ അവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ നിർത്തുമ്പോ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം ഗൈസ്. എന്തുകൊണ്ട് അപ്പൊ നമ്മള് ചോറ് കഴിക്കുന്ന പരിപാടിയാണ്. വെള്ളം കുടിച്ചില്ലേ? അപ്പൊ വെള്ളം ഒഴിക്കാൻ ഏത് പാത്രം എടുക്കും? അപ്പൊ ഫുഡ് കഴിക്കുന്നുണ്ട്. ജസ് ബിരിയാണി കാണിച്ചോട്. ജസ് ജഗന്നുണ്ടല്ലോ ജംഷി. ഇതൊന്നും കഴിക്കാലോ, നല്ല വെള്ളം. അതെ ഗൈസ്, ഇനി ഫുഡ് കഴിക്കൽ ചടങ്ങാണ്. ഇതെല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. എല്ലാ സെറ്റപ്പ് ആയിട്ടാണ് നമ്മൾ വന്നത്. നല്ല ചിക്കൻ ബിരിയാണി. അവിടെ തന്നെ എല്ലാവരും കൈ കഴിക്കണം. എല്ലാം എടുക്കെടുക്ക്, ചോറെടുക്ക്. നമ്മൾ കഴിക്കാൻ പോണ സ്പോട്ട് കാണിച്ചാ. നമ്മൾ കഴിക്കാൻ പോണ സ്പോട്ട് ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ പോണത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ പോണത് കേട്ടോ. അനാന ഫുഡ് എടുക്കില്ലേ? ഗൈസ് വണ്ടിയാവോ? ഏതാ സീനറിയില് ചെരുപ്പിടാ, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ജോസോ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വാ. എല്ലാവർക്കും വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പോയിട്ട് കാലൊക്കെ ഇട്ടിട്ട് പൊളിച്ചിട്ടുണ്ട്. നല്ല സ്പോട്ട് അവിടെ വീട്ടിലെ വെള്ളം ചാട്ടത്തിൽ കുട്ടികളെ കളിച്ചിരിക്കും. ഇതുണ്ട് ഗൈസ്, കിടിലൻ വ്യൂ ആണ്. എല്ലാവരും ഉണ്ട് കണ്ടോ. Yay! But guys, ഒരുത്തൻ കൈ കൊണ്ടിരിക്കണ്ട അവിടെ വീണിട്ട്. ഇനി അടുത്ത ആളെ കാണിച്ചു തരാം. ചേച്ചു ചേച്ചു അയ്യോ ചേച്ചോ ചേച്ചോ എന്ത് ചെയ്യുന്നുണ്ടോ ഗൈസ്? ഹനാൻ, അതോ ഹനാൻ. ഹനാനെ എന്താ വ്ളോഗിനെ പറ്റി പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറയണ്ടടാ, എന്തിനു പറ, 4 അക്ഷരം പറ. നോക്കിപ്പോ ഫാമിലി ഗൈസ്. അപ്പോൾ അവിടെ എല്ലാവരും അടിച്ചുരുട്ടാൻ തുടങ്ങി. അടിച്ചുരുട്ടാൻ ചെരുപ്പ് ഇന്നോവേൻ്റെ ബാക്കിലുണ്ടല്ലോ. ആ ഡിക്കില് സൈഡിലുണ്ടാവും. ഇതാ ഫൈസൽക്ക നല്ല അടി തുടങ്ങി. ഫൈസൽക്ക നല്ല ബിരിയാണി. എങ്ങനെയുണ്ട് ഫൈസൽക്ക ബിരിയാണി? അടിപൊളിയല്ലേ? ബാക്കിയുള്ളവരൊക്കെ ഇതാ അവിടെ ഇരുന്ന് നിരക്കനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ തിന്നോ തിന്നോ. ഇപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കാണ് ഗൈസ്. ഫുൾ കഴിക്കലാണ് ഗൈസ്. നല്ല ചൂട് ബിരിയാണി. അതിൽ എന്താ പറയാള്? ചോറ് എങ്ങനെയുണ്ട്? ചോറ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ ഗായ്സ് കുറച്ച് ആൾക്കാർ ഇവിടെ കിടന്ന് ഫുൾ ഇതാണ്. ഇങ്ങനെ വണ്ടി എടുത്ത് ഇനി സീനാവോ? നമ്മൾ ബ്ലോക്കാക്കിന്നാവോ? ഈ വണ്ടി കുറച്ചും കൂടി ബാക്കി കിടാട്ടോ. ഇപ്പൊ ഗായ്സ് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാ ഇവിടെ നോക്കുക, എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കണം. നോക്കുക ഗായ്സ്, എല്ലാവരും വൺ കളിയാണ് വള്ളത്തിൽ. ഉണ്ടോ കുറേ പേര് അവിടെ ഉണ്ട്, കുറേ പേര് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ കളി എന്ന് പറഞ്ഞാൽ ഫുൾ കളിയാണ് ഗായ്സ്. കടന്നിട്ട് നോ എൻട്രി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ എല്ലാവരും കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട അവിടെ പോയി റംസിക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണു. എന്താ പുറത്തെ വള്ളത്തിൽ കളിച്ചിട്ടിരിക്കണു. വാ ഉമ്മ അങ്ങനെ വീട്ടിലെ നല്ല തണുത്ത വെള്ളമാണ് ഗൈസ്. ഇത് ഏസാ പോയിക്കോ, വാ പോവാൻ അറിയാണ്ടിരിക്കാണ്. എന്നാ ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ, വാ ഇറങ്ങിക്കടി, പേടിക്കണ്ട, വാ എന്നാ വാ കയറിക്കോ, വാ. നോക്ക് നിന്റെ മമ്മയും പിന്നെ നോക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. നോക്ക് നിന്റെ കൂട്ടാണ്ട് നോക്ക്, ഒരു ഫോട്ടോ എടുത്തോ. കണ്ടോ അവിടെ ഇരുന്നിട്ട് മമ്മിയും പപ്പിയും ഫോട്ടോ എടുക്കണം. കുട്ടി ഇതവിടെ നിൽക്കണം. എന്താ ഒരുത്തെ ഫുഡൊക്കെ അടിച്ചിട്ട് സ്പ്രൈറ്റും കുടിച്ചോണ്ടിരിക്കുന്നു അല്ലേ? പോണോ? പോയിക്കോ സാ. റിസ്കി റോഡാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. അവിടുന്ന് കത്തിയ കേക്കൂല. കിടിലൻ വ്യൂ ആണ്. ഞാനങ്ങോട്ട് പോട്ടെ. ശീലാണ് റിസ്കിയാണ് ഗൈസ്. ഇവിടെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി കുളിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കിടില ഫൈന് കിട്ടും. കിടിലൻ ഫൈന്. വെള്ളോ ഇപ്പം അടുത്ത് പറയാം. എടാ ഞാനേ അവിടെ ബോട്ടിലുണ്ട് കുട്ടീൻ്റെ, അടുക്കോ കുട്ടീൻ്റെ അല്ലേ വെള്ളം ബോട്ടിൽ, അതാ കല്ലുമേ. എവിടെ ചേച്ചാ വണ്ടിയൊക്കെ ലോക്കല്ലേ? എല്ലാവരും ഫോട്ടോ എടുത്ത് തരാം. അൻസാരിങ്ങളാ അതാ 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 ചേച്ചാ ചേച്ചാ
അതുപോലെ എല്ലാവരും വൺ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നെല്ലിയാമ്പതി വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പം എല്ലാവരും അങ്ങോട്ട് നോക്കി കിടന്നു. ഇപ്പം എല്ലാവരും നടക്കുകയാണ്. ഇപ്പോൾ വാനാണ് എവിടുന്ന് കാണിച്ചോളൂ, സ്പോട്ട് കാണിച്ചോളൂ. കമാൻ കമാൻ. വ്യൂ കണ്ടില്ലേ? ആണോ? കിടിലം വ്യൂ ആണ് കാഴ്ച. കാഴ്ച എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാഴ്ചനെ കുറിച്ചിട്ട് 2 വാക്കുകൾ. അവിടെ നോക്കാം, അവിടെ വെളിച്ചത്തിൻ്റെ ഇതാണ് വ്യൂ പോയിന്റ് നെല്ലിയാമ്പതി. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് നടക്കാൻ പോവാണ്. ടൈമായി. ഈ ബാഗ് ഇവിടുന്ന് നടന്നിട്ട് അങ്ങോട്ട് പോകണം. കോളോ വാ വാ വാ. ഓടി ഓടിയോ. ഗൈസ് അപ്പം ഞാൻ ചെച്ചു എസമോളും എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെച്ചു ഒറ്റക്ക് കയറുന്ന പറയണത്. വന്നതിന് അവളൊരു ഉറക്കുണ്ടാവും ക്ഷീണിച്ചിട്ട്. ഇത് എത്ര കിലോമീറ്റർ നടക്കാണ്ടല്ലോ? 2 കിലോമീറ്റർ. ഇപ്പം ഇതേപോലത്തെ കുറേ നടക്കാണ്ട്, 2 കിലോമീറ്ററോളം നടക്കാണ്ട് എന്നാ പറയണത്. നമ്മൾ ആലോചിക്കും. ട്രക്കിംഗ് ആണ് ചെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതാ ദുബായിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇതാ നെല്ലിയാമ്പതി ട്രക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒറ്റക്ക് നടക്കാണ് അവള് 2 കിലോമീറ്റർ. കല്ലുകൂടൊക്കെ ചവിട്ടിയിട്ട്. ആ സ്പീഡ് കൂടി, അവൾക്ക് സ്പീഡ് കൂടി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവളെ ഓടുകയാണ്. കമോൺ നോക്ക് നോക്ക് അവളല്ലേ. ഇതാണ് വ്യൂ പോയിന്റ്. ഞങ്ങള് പർവ്വതം കീഴടക്കി. ഞങ്ങൾ മുകളിൽ എത്തിയിരിക്കുന്നു അല്ലേ? കാണിച്ചു കൊടുക്കാം. ഞാൻ ലിയ എത്തിച്ച മതി. ഞങ്ങളിങ്ങനെ 5 പേരാണ്. അപ്പം മാത്രം എല്ലാവരും എത്തി. എല്ലാരും എത്തി. അവളെ ഈ കല്ല് വിട്ടിട്ട് നല്ല ബാക്കി കുറച്ച് കയറിയത്. ഈ കല്ലല്ലാണ്ട് ഇവിടുന്ന് തന്നെ എടുത്തിട്ടുള്ളൂ. അത് ഇതിന് അറ്റം വരെ ഒറ്റ കയറുന്നത്. നടന്നില്ല നമ്മള്. കീട്ടിലൻ വ്യൂ എന്ന് പറഞ്ഞാൽ കീട്ടിലൻ വ്യൂ. ആ സ്ഥലമാണല്ലോ ഇത്. ഒരു കല്ലും മരവും. ഓക്കെ ഞാൻ ഇറക്കി തരാം. അവിടെ നടക്കാം. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അറിയിക്കോ. ഓരോരുത്തരായിട്ട് മല ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി വീണ് ഞങ്ങളേ ഹിമാലയം കയറി വരാണ്.
അല്ലേ എല്ലാം ഇറങ്ങിയാ അപ്പോ നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് എത്തിയില്ല ദിവസം എല്ലാം വന്നില്ലേ നമുക്ക് വേഗം ബ്ലോഗ് ഉണ്ട് ഒരുപാട് ലെങ്ത് ആയില്ല ഇപ്പൊ തന്നെ അല്ലേ അപ്പോൾ വ്യൂ പോയിന്റ് കയറിയതോടുകൂടി നമ്മുടെ ബ്ലോഗ് നമ്മൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 2 മണിക്കൂറിന് പടം കണ്ട പോലെ അല്ലേ. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് സാർ? Point area is a very slope and dangerous parts of the forest. Trespassing and taking selfies is strictly prohibited. Violation will be severely punishable as a കയറി തന്നെ എടുക്കുക സീന്. ഇവിടെ കീഴിലും വ്യൂസ് ആണ് ചെയ്ത കീഴിലും വ്യൂ. അപ്പോൾ ഗായ്സ് നമ്മൾ കടന്ന് വന്നിരിക്കുകയാണ്. കീഴിലും വ്യൂ ആണ് ചെയ്ത ഗായ്സ്. സാർ കടന്നു വന്നിരിക്കുകയാണ്. ഇനി നടക്കണ്ടോ? വന്നോ വന്നോ സീനെ കാണിച്ചു കൊടുത്തില്ലേ? ഫുള്ള് അസ്റ്ററ്റിക് മൂഡിലാണല്ലോ ജസ്. എങ്ങോട്ട് അയ്യോ ചത്തു. എല്ലാരും വന്നോണ്ടിരിക്കുന്നു. അതേനോ വന്നു വന്നു ചെറുതാണ്. ഇനി എന്താ ഉള്ളത് ഇവിടെ? നമ്മുടെ വ്യൂ പോയിന്റ് ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കൂ. ഇപ്പൊ കിടിലൻ ദൃശ്യങ്ങൾ, ഇജാസിന്റെ കിടിലൻ ദൃശ്യങ്ങളാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് ഏറുന്നത് നെല്ലിയാമ്പതി ടോപ്പ് വ്യൂസ്. ഞാൻ ഒന്ന് ചാടാനൊക്കെ തോന്നുന്നു, ആരും ചാടരുത്. പാലക്കാടൊക്കെ മൊത്തം എന്താ സൂപ്പർ ആയിട്ടുണ്ട്. എന്താ പറയാനുള്ളത് ഇന്നത്തെ യാത്രയെ കുറിച്ചിട്ട്? നല്ല സുഖം, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി ഒക്കെ സൂപ്പർ. നിന്റെ ബാക്കിൽ കാണുന്ന വ്യൂ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. അവരുണ്ട് ബ്ലോഗില്. ഐസി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. സൂപ്പറാ. ബിരിയാണിയോ? ബിരിയാണി സൂപ്പർ. സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പറാ. അപ്പൊ എല്ലാവർക്കും എസക്ക് ഇഷ്ടപ്പെട്ടു, ഐസിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവര് പറഞ്ഞോളൂ. ലിയ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ട്. എന്തൊക്കെ ഇഷ്ടപ്പെട്ടു? നല്ല ഇഷ്ടമായി. ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് ചൂടും വെയിലും മിക്സ് ആണ്. അല്ല ചൂടും വെയിലും അത് കട്ടില്ലേ, ചൂടും തണുപ്പും. ചൂടും തണുപ്പൂലേ? അതെല്ലാം ഒന്നും കട്ടിയാണ്ട് വരും ഇതില്. അപ്പൊ ഞാനാണ് സിമന്റ് എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഉഷാറായാ? ബിരിയാണി ഒക്കെ ഉഷാറായാ? എല്ലാം സൂപ്പർ. എത്ര പാത്രം അടിച്ചു? വളരെ കുറച്ചില്ലേ? അപ്പൊ ഞാൻ ബാക്കിയുള്ളവരെല്ലാം മുകളിലുണ്ട്. അവരെവിടെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ വയ്യാതാണ് സീൻ. അപ്പൊ ഈ വ്യൂവോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കും.
ഇല്ലെങ്കിൽ ഫിലിം പോലെ ആവും നിങ്ങൾ guys. പടം കണ്ടിട്ടിരിക്കണ പോലെ 2 മണിക്കൂർ കണ്ടിരിക്കേണ്ടി വരും. വാ 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 ദാ ബാക്കിയുള്ള എല്ലാവരും ഇതാ മല കയറി വളരെ കഷ്ടപ്പെട്ട് ദൈനിക അവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. മല ഇറങ്ങാനുള്ള കഷ്ടപ്പാടാണ്. ഫോട്ടോ ഫോട്ടോ എടുക്കലാണ്, അല്ലാണ്ട് മല ഇറങ്ങലല്ല എന്നാണ് തോന്നുന്നത്. മമ്മീൻ്റെ സിംഗിൾ ഫോട്ടോസ് ഫോട്ടോഗ്രാഫി ആയിട്ട് അനാനാണ് ഫോട്ടോഗ്രാഫി. അനാനെ കാണിച്ചു കൊടുക്കും. അനാനാണ് ഫോട്ടോഗ്രാഫി. ഇതാണ്ടാ 5 പിഞ്ച് നീലക്കുയിൽ പാർട്ട് 2. അനാനെ നീലക്കുയിലാണ്. രസമുണ്ട് അവിടെ ഇതായിട്ട്. ഫൈസലിക്ക് അവിടെ കിടിലെ ഫോട്ടോസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈസലിക്കാണ് സൂം ചെയ്യും. ഫൈസലിക്ക് 2 കാലൊക്കെ വെച്ചിട്ടാണ് സൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയറിക്കോ 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 കയറിക്കോളൂ കയറിക്കോളൂ. അവര് മേലെ അവർക്ക് ഇറങ്ങാൻ വേണ്ടി ശരിയാ. ഓക്കെ ബ്രദേഴ്സ് ട്രാക്ക് ബ്രദേഴ്സ് ട്രാക്ക് ബ്രദേഴ്സ് ട്രാക്ക് ബ്രദേഴ്സ് ട്രാക്ക്. ആരത്? നീലക്കുയിൽ എന്താ പറയാള്? നീലക്കുയിലിന് നീലക്കുയില് എല്ലാ ഭാഗത്തുനിന്ന് ഫോട്ടോ എടുക്കണം. നീലക്കുയിൽ എന്താണ് ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? 2 വാക്കുകൾ. 2 വാക്ക്. ഒന്നുമില്ല, പൊളിച്ചു. പക്ഷെ കുളിക്കാൻ പറ്റിയില്ല നമുക്ക്. മഴ വേണ്ട. മഴ വേണ്ട, പനി വരും. ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? പോരാ, ക്ലൈമറ്റ് ഇന്ന് പോരാ. അവിടെ ഇവിടെ അല്ല, തണുപ്പുണ്ട്. തണുപ്പുണ്ട്. ശരിയാണ്. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണം ഗൈസ്. ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ അനാന പിടിക്കണ. ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഈ കാഴ്ചയോട് കൂടിയിട്ട് ദിവസം വരും. അപ്പോൾ ഇന്നത്തെ ഒരു ഫാമിലി വ്ളോഗ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗായിരുന്നു. അപ്പോൾ ഇന്ന് പാലക്കാട് ടു നെല്ലിയാമ്പതി അല്ലേ? അപ്പോൾ ഇതാണ് ഇനി സ്കിപ്പായി കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോകളായിട്ട് വീണ്ടും കാണാം.